ഒരു കോഴി മേടിച്ച് എല്ലില്ലാത്ത കഷ്ണങ്ങളുമായിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട്. അത് നല്ലപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. ഇതേപോലെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് പൊടി, വൈറ്റ് പേപ്പർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്ത് ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്, കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, വൈറ്റ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്, ഒരു കോഴിമുട്ടയുടെ വേണം, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു രീതി വേണം നമുക്ക് അതിൻ്റെ കോട്ടിങ് റെഡിയാക്കാനായിട്ട്. നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്നിരിക്കട്ടെ. ഒരു കടായി അങ്ങോട്ട് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായതിനു ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് പിറക്കിയിട്ട് 2 മിനിറ്റ് ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമുക്കിതാണ് കൂര. ആ വറുത്ത ഓയിൽ തന്നെ നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് ശകലം ഒഴിച്ചിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇതുപോലെ വറ്റൽമുളക്, സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. നമുക്ക് ഒരു 50 ഗ്രാം അളവിൽ അണ്ടിപ്പരിപ്പ് ഈ സമയത്ത് തന്നെ നമുക്ക് ഈ ക്യാപ്സിക്കൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു, അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ സ്പ്രിംഗ് ഓണിയനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ കച്ചപ്പ്, സോയാ സോസാണ് അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത്. ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് വെളുത്ത എള്ള, ഒരു 2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി 1 മിനിറ്റ് അടുപ്പത്തൊന്നിരിക്കണം. അപ്പോൾ ചൈനീസ് വിഭവമായ ഡ്രാഗൺ ചിക്കൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക എല്ലാവരും.